എട്ടിൻ്റെ പണികൾ എന്ന ആക്ഷേപഹാസ്യ സ്കിറ്റ് അതിൻ്റെ ശരിയായ അർത്ഥം ഉൾക്കൊണ്ട് ആസ്വദിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു വലിയ നിങ്ങൾ നൽകിയ അകമഴിഞ്ഞ പ്രോത്സാഹനത്തിൽ നിന്നും ആർജവം ഉൾക്കൊണ്ട് ഞങ്ങൾ വർക്ക് സ്റ്റേഷൻ 1 വീണ്ടും നിങ്ങൾക്ക് മുമ്പിലെത്തും. എട്ടിൻ്റെ പണികൾ രണ്ടാം ഭാഗവുമായി. ഇതിലൂടെ ആരെയും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഞങ്ങൾ ശ്രമിക്കുന്നില്ല. മുൻ വർഷങ്ങളിൽ നിങ്ങൾ നൽകിയ നിസ്വാർത്ഥമായ പ്രോത്സാഹനവും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങട്ടെ. എട്ടിൻ്റെ പണികൾ രണ്ടാം ഭാഗം. ഇത് ഇന്നോപ്പുരം. പല ദേശങ്ങളിൽ നിന്നും കുടിയേറി വന്ന പ്രജകൾ ഒരേ കുടുംബം പോലെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയുന്ന മഹാരാജ് പാട്ടും കൂത്തും ആഘോഷങ്ങളുമായി കൃഷ്ണന്റെ തമ്പുരാന്റെ കീഴിൽ അവർ ഓരോ ദിവസവും ആസ്വദിച്ചു ജീവിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അയൽരാജ്യമായ ടെക്നോപുരത്തിലെ ഭരതേശ്വര മഹാരാജാവ് ഇന്നോപ്പുരം സന്ദർശിക്കാനെത്തി. ഇന്നോപ്പുരത്തിൻ്റെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും പുറകിലുള്ള രഹസ്യം പറയാൻ അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു. ഇന്നോപുരത്തിൽ നിന്നും കുറച്ചു പ്രജകളെ തൻ്റെ ടെക്നോപുരത്തിലേക്ക് കൊണ്ടുപോകാൻ ഭരതേശ്വര മഹാരാജാവ് താല്പര്യപ്പെട്ടു. ടെക്നോ മഹാരാജൻ്റെ ആഗ്രഹം ഇന്നോരാജൻ പ്രജകളെ അറിയിച്ചു. പക്ഷേ അവർക്ക് ഇന്നോപുരമായിരുന്നു സ്വർഗം. ആരും തന്നെ ടെക്നോപുരത്തിലേക്ക് പോകാൻ കൂട്ടാക്കിയില്ല. ടെക്നോരാജൻ പല പല വാഗ്ദാനങ്ങൾ നൽകി അവരുടെ മനസ്സിൽ ചാഞ്ചാട്ടമുണ്ടാക്കി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഇന്നപുരത്തേക്ക് മടക്കിവിടാം എന്ന് ഉറപ്പു തന്നാൽ ഞങ്ങൾ ടെക്നോപുരത്തിലേക്ക് വരാമെന്ന് ഇന്നപുരങ്ങളിൽ കുറച്ചുപേർ അറിയിച്ചു. അങ്ങനെ അവർ ഇന്നോപുരം വിട്ട് ടെക്നോപുരത്തിലേക്ക് യാത്രയായി. ശേഷിച്ച ഇന്നപ്രജകൾ അവരെ ഈറനണിഞ്ഞ മിഴികളാൽ യാത്രയാക്കി. അങ്ങനെ അവർ ടെക്നോപുരത്ത് എത്തിച്ചേർന്നു. അത്യാധുനികമായ സുഖസൗകര്യങ്ങളാൽ ടെക്നോപുരം വളരെയേറെ മനോഹരമായിരുന്നു. അധികം വൈകാതെ ടെക്നോപുരം മഹാമന്ത്രി ശ്രീ പ്രതാപൻ ആഗതനായി. ഓരോരുത്തർക്കും ചെറിയ ചെറിയ ജോലികൾ നൽകി. ഒന്ന് തീരുമ്പോൾ അടുത്തത്, അത് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഇന്നും പ്രതികൾക്ക് മടങ്ങാനുള്ള ദിവസം എത്തിച്ചേർന്നു. ഇന്നോപുരത്തേക്ക് മടങ്ങി പോകാൻ താല്പര്യമുണ്ടോ എന്ന ടെക്നോ മഹാരാജന്റെ ചോദ്യം കേൾക്കേണ്ട താമസം. ഇന്നോപ്രതികൾ ജോലികൾ അവസാനിപ്പിച്ച് അവരുടെ പണിയായുധങ്ങൾ അടുക്കി വയ്ക്കാൻ ആരംഭിച്ചു. ടെക്നോ മഹാരാജൻ അവരെ തടയാനുള്ള ഒരു പോംവഴി ആലോചിച്ചു. ഇത് കണ്ട് രണ്ടുപേരൊഴികെ ബാക്കി എല്ലാവരും തങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ടെക്നോപുരത്തു തന്നെ നിന്നോളാം എന്ന ഉടമ്പടിയിൽ പോയിട്ടു. എന്തിനാണ് ടെക്നോപുരത്ത് നിൽക്കാതെ ആ രണ്ടുപേർ മടങ്ങിപ്പോകുന്നത്? ഒരുപാട് ജോലി ഇനിയും ബാക്കി. ഇപ്പോഴത്തെ ടെക്നോപുരത്തിൻ്റെ അവസ്ഥ എന്താ? നമുക്കൊന്നും കടന്നില്ല. കൃഷ്ണനുടെ മഹാരാജാവ് എഴുന്നള്ളുന്നേ. അതാരാടാ? അത് റോഡിൽ കൂടി പോകുന്നു കുറച്ച് അയ്യപ്പന്മാർ. എന്നാ കുഴപ്പമില്ല.
താനെവിടെ, ഞാനിവിടെ, വാ ഇവിടെ. അയ്യേ വാ അവിടെയല്ല, വാ ഇവിടെയാണ്. നിർത്തുന്നില്ല ചളിവിട്. ഇങ്ങനെ തുടർന്നാൽ നീ ചളിപുരത്തെ ദിനേശ്വര മഹാരാജാവിനെ കടത്തിവിട്ടുമല്ലോ. ദേഹമത്സരം ചളി തെളിപ്പിച്ച് ഇനി എന്റെ മൂട് കളഞ്ഞു. ഇനി ഈ മൂട് മാറുവാൻ ഇവിടെ മദ്യം വിളമ്പാൻ പറയൂ. ഓ അവ അടിച്ചു പൊളിക്കാൻ പോവാണ്. എടുക്കടാ മദ്യം. രാജാവ് ആരെയാണ് ഈ നോക്കുന്നത്? എവിടെ നോക്കി പൊട്ടിച്ചാലും എത്ര ദൂരത്തു നിന്നായാലും വേസ്റ്റ് ഗ്ലാസുമായി ഓടി വരുന്ന ഒരു മിത്രമുണ്ടായിരുന്നു നമുക്ക്. അവനെ നോക്കി നിന്നതാണ്. ഓ അതാണ്. രാജാവേ ഒന്ന് അങ്ങോട്ട് നോക്കിയേ. എന്ത് നോം എന്താണ് ഈ കാണുന്നത്? നമ്മുടെ ആത്മമിത്രം തന്നെയാണോ ഇത്? ബട, എന്തു പറ്റി നമ്മുടെ മിത്രത്തിന്? അത് രാജൻ കല്യാണം കഴിഞ്ഞ പിന്നെ ഇയാൾ ഇങ്ങനെയാണ്. ആരോടും ഒന്നും ഇയാളാറില്ല. എപ്പോഴും എന്തിനാണ് പറയും. കഴിഞ്ഞ ദിവസം രാജ സദസ്സിൽ ഇരിപ്പിടം കിട്ടാത്തതിന്റെ പേരിൽ അയാൾ ഉണ്ടാക്കിയ കോലാഹലങ്ങൾ എപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ഓഹോ, നമ്മുടെ മന്ത്രി അനൂപേന്ദ്രനല്ലേ ആ വരുന്നത്? എന്താ മന്ത്രി ഈ വഴിക്കൊക്കെ? ഒന്നുമില്ല മഹാരാജൻ, ചുമ്മാ കാറ്റുകൊള്ളാൻ ഇറങ്ങിയതാണ്. എടോ പടോ, ടെക്കനോപുരത്തേക്ക് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ നമ്മുടെ പ്രജകളെ കുറിച്ച് വല്ല വിവരവുമുണ്ടോ? അവരവിടെ സുഖിച്ച് കഴിയല്ലേ മഹാരാജൻ. എന്തൊക്കെ സംവിധാനങ്ങളാണ് അവിടുത്തെ പരദേശന മഹാരാജൻ ഏർപ്പാടാക്കിയിരിക്കുന്നതെന്ന് അറിയോ? രാവിലെ വൈകിട്ട് ചായക്ക് സ്പെഷ്യൽ കടി, ഒഴിവുവേളകൾ ആനന്ദസന്തരമാക്കാൻ അതിസുന്ദരികളായ കൊട്ടാരം നർത്തകിമാർ. അതിനെന്താണ്, നമുക്കുമുണ്ടല്ലോ ഇവിടെ സുന്ദരികളായ നർത്തകിമാർ. നോ കമന്റ്സ്. ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല. അത് ഇവിടുത്തെ ഓരോ പ്രജയ്ക്കും നല്ല വ്യക്തമായി അറിയാം. പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് മഹാരാജൻ. നമ്മുടെ രാജ്യസദസ്സിലെ കസാരകളുടെ അവസ്ഥ തന്നെ നോക്കൂ. ഒരെണ്ണത്തിന്റെ കൈക്കാണടക്കമെങ്കിൽ മറ്റൊരു കാരണമാണ്. ശൗചാലയത്തിന്റെ മുന്നിൽ ബോർഡ് വെച്ചിട്ടുണ്ട്, ഉപയോഗശേഷം വെള്ളം ഒഴിക്കുക. പൈപ്പിൽ നിന്ന് വെള്ളം വന്നിട്ട് വേണ്ടേ ഒഴിക്കാൻ. പറയുന്നത് അങ്ങനെ പറയരുത്. നമ്മുടെ കൊട്ടാരത്തോൾമാർക്ക് പോകുവാനായി നാം പ്രത്യേക രഥങ്ങൾ തന്നെ ഏർപ്പാടാക്കിയിട്ടില്ലേ? അത് സമ്മതിച്ചു. പക്ഷേ തോഴന്മാരിപ്പോഴും കൊട്ടാരത്തിലെ പണികളെല്ലാം തീർത്ത് കാൽനടയായിട്ടല്ലേ പോകുന്നത്? എടോ ബട, ഇതെല്ലാം നാം സമ്മതിക്കുന്നു. എന്നാൽ എന്താ, ഇവിടെ സന്തോഷത്തിനും സമാധാനത്തിനും യാതൊരു കുറവുമില്ലല്ലോ. അത് ശരിയാണ് രാജൻ. ബട, നാം എന്താണ് ഈ കാണുന്നത്? ആരാണ് ഈ രാജകൊട്ടാരത്തെ ഇങ്ങനെ അലങ്കോലമാക്കിയിട്ടിരിക്കുന്നത്? ശരിയാണല്ലോ രാജൻ. കൊട്ടാരം സൂക്ഷിപ്പിന്റെ ചുമതല ഇന്ന് ആർക്കാണ്? അത് ഇന്ന് ബുധനാഴ്ചയല്ലേ? ബുധനാഴ്ച റോഷ്നിക്കാണ് ഡ്യൂട്ടി. ആരെവിടെ? കൊട്ടാരം തോഴി റോഷ്നിയോട് നമ്മെ വന്ന് മുഖം കാണിക്കാൻ പറയൂ. എന്തിനാണ് രാജൻ എന്നെ വിളിപ്പിച്ചത്? എന്താണ് ഭൂമി കാണുന്നത്? കൊട്ടാരവും പരിസരവും ആകെ അലങ്കോലമായി കിടക്കുവാണല്ലോ. നീ എന്തെടുക്കുമായിരുന്നു ഇത്ര നേരം അവിടെ? നിന്നോട് രാവിലെ തന്നെ ഇവിടെ അടിച്ചു വാരാൻ പറഞ്ഞതല്ലേ? എന്നിട്ട്? അത് രാജൻ, ഞാൻ അടിച്ചു വാരാൻ തുടങ്ങിയപ്പോഴാണല്ലോ പള്ളി നീരാട്ടിന് വെള്ളം ചൂടാക്കാൻ പറഞ്ഞത്. എന്നിട്ട് ചൂടാക്കിയോ? നോമെന്ന് തണുത്ത വെള്ളത്തിനാണല്ലോ നീരാടിയത്. അത് ചൂടാക്കാൻ തുടങ്ങിയപ്പോഴാണല്ലോ പ്രാതലിന് അപ്പവും മുട്ട റോസ്റ്റും തയ്യാറാക്കാൻ പറഞ്ഞത്. എന്റെ ഇന്നത്തെ പ്രാതലിന് ഒരു കാലിച്ചായ മാത്രമായിരുന്നല്ലോ. അതെങ്ങനെയാ? പ്രാതലെടുക്കാൻ തുടങ്ങിയപ്പോഴല്ലേ അങ്ങയുടെ വസ്ത്രങ്ങൾ കഴുകാൻ പറഞ്ഞത്. എന്നിട്ട് അതെങ്കിലും ചെയ്തോ? ഇല്ല, കഴുകാൻ തുടങ്ങിയപ്പോഴാ പടം വന്ന് അങ്ങേ മുഖം കാണിക്കാൻ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ നീ ഇന്ന് ഒരു ജോലിയും ചെയ്തിട്ടില്ല അല്ലേ? ഇയാളുടെ ഈ ചീത്തവിളി കേട്ട് ഇവിടെ നിൽക്കണ്ടായിരുന്നു. അന്ന് പരദേശ്വര മഹാരാജ വിളിച്ചപ്പോൾ ടെക്നോപുരത്തേക്ക് പോയാൽ മതിയായിരുന്നു. ഇവിടെ ആരുമില്ലേ? ആരാണ്? എന്താണ്? ആരെ കാണാനാണ്? കൊട്ടാരം തൊഴി റോഷ്നിക്ക് ഒരു സന്ദേശം എത്തിക്കാൻ വന്നതാണ്. സന്ദേശമോ? അതും തോഴി റോഷ്നിക്ക്? എന്താണ്? നമ്മോട് പറയൂ. ട്രാവൻകൂർ കൊട്ടാരത്തിലെ കാര്യസ്ഥന്റെ ഒഴിവിലേക്ക് റോഷ്നി ഒരു അപേക്ഷ അയച്ചു. അവിടുത്തെ വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരം റോഷ്നിയെ ആ ഒഴിവിലേക്ക് നിയമിച്ചു എന്ന് പറയാൻ വന്നതാണ്. എന്ത്? ഈ പറഞ്ഞ സത്യമാണോ? എന്റെ കാര്യസ്ഥയായി നിയമിച്ചു? അതെ, നാളെ തന്നെ ജോലിയിൽ പ്രവേശിക്കണം. തീർച്ചയായും. എന്നാൽ
എന്നാൽ അവ പോകുന്നു. തനിത് എങ്ങോട്ടേ നോക്കണേ. എൻ്റെ അമ്മ പിടിച്ചൊരു വാളും പിടിച്ച് നമ്മൾ രാജാവാകില്ല. ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് എന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങിയതല്ലേ. എന്നിട്ടും ഞാനത് കേട്ടത് എൻ്റെ ഗതികേട് കൊണ്ടാണ്. കൊട്ടാരത്തിലെ തോഴിമാരോട് എങ്ങനെ പെരുമാറണമെന്നുള്ളത് ഞാൻ തനിക്ക് കാണിച്ചു തരാം. കുറച്ച് തോഴികളെ ഞാൻ എൻ്റെ വീട്ടിൽ നിർത്തുന്നുണ്ട്. എന്നിട്ട് ഞാൻ വന്ന് തന്നെ വിളിച്ച് കാണിച്ചു തരാം. ഇവിടെ നോക്കണോ, എനിക്കൊക്കെ പണി തന്നിട്ട് മന്ത്രിയുടെ റൂമിൽ പോയി ചതുരംഗം കളിക്കലല്ലോ തൻ്റെ പണി. അത് കാണാൻ ഞാൻ എൻ്റെ സ്വന്തം കുതിര വണ്ടിയിൽ വരും. എന്നാ പൊട്ടടോ. എന്തപ്പണ്ടായേ? പടക്കം പൊട്ടിച്ച് ഇന്നെന്താ വിഷുവാ? രാജൻ, രാജഗുരു നിർമ്മലാനന്ദ സ്വാമികള് അങ്ങേ മുഖം കാണിക്കാൻ നിൽക്കുന്നത്. എന്ത് രാജഗുരു കടന്നു വരാൻ പറയും. ഗുരുവേ, അങ്ങ് എവിടെയായിരുന്നു ഇത്ര കാലം? നാം ഒരു കുതിരയെ വാങ്ങാൻ പോയതായിരുന്നു. അതിന് ഇത്രയും കാലം? കുതിരയെ വേണമെങ്കിൽ നമ്മോട് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. നമുക്ക് പക്ഷേ ഒരു ലിമിറ്റഡ് എഡിഷൻ കുതിരയായിരുന്നു വേണ്ടിയിരുന്നത്. സ്പെഷ്യൽ ഫീച്ചേഴ്സും എന്തൊക്കെയാണത്? കേൾക്കട്ടെ. ഒന്ന്, സാധാരണ കുതിരയുടെ എഞ്ചിനേക്കാൾ പവറുള്ള എഞ്ചിൻ വേണം. രണ്ട്, കുതിരയുടെ പുറത്ത് കയറിയിരുന്നാൽ ആനപ്പുറത്ത് കയറിയിരിക്കുന്ന സുഖം ഉണ്ടാകണം. മൂന്ന്, നല്ല മൈലേജ് ഉള്ള കുതിര വേണം. മൈലേജോ എന്ന് വെച്ചാൽ? അതായത് ഒരിക്കൽ പുല്ല് കൊടുത്താൽ പിന്നെ ഒരു മാസത്തേക്ക് പുല്ല് ചോദിക്കുന്നത്. പിന്നെ ഇതിലെല്ലാം പ്രധാനമായത് കുതിരയുടെ നിറം. ഇത് പച്ച തന്നെ വേണം. അയ്യോ, ഈ ഗുണങ്ങളെല്ലാം ഒത്തുചേർന്ന കുതിരയെ പിന്നല്ലാതെ ഈ വരുന്ന ഓണത്തിന് കുതിരയെ ഡെലിവർ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിരിക്കട്ടെ, എന്തിനാണ് നമ്മോട് വരാൻ പറഞ്ഞ് ആളെ അയച്ചത്? നമ്മുടെ പ്രിയപുത്രി മാനസയ്ക്ക് വിവാഹപ്രായമായിരിക്കുന്നു. മംഗല്യം ഉടനെ തന്നെ നടത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതിൽ ഗുരുവിന്റെ അഭിപ്രായം അറിയാൻ വേണ്ടി വിളിപ്പിച്ചതാണ്. ആ, നിങ്ങളുടെ മാവിലെ മാങ്ങ അത് നിങ്ങൾ പറിച്ച് മറ്റുള്ളവർ ചമ്മന്തി ഇറങ്ങി കൊടുക്കുന്നു. ഇതിൽ ഞാനെന്ത് പറയാനാ? അതെന്തായി പറയേണ്ടത്? ഇനി എന്തായാലും നമുക്ക് കുമാരിയോട് തന്നെ നേരിട്ട് ചോദിച്ചു നോക്കാം. അതെ, കുമാരി കുമാരി എന്താ പിതാവിനെ നിന്നെ വിളിപ്പിച്ചത്? മോളെ, നീ വിവാഹപ്രായമായിരിക്കുന്നു. നിന്റെ വിവാഹം നടത്താൻ നാം തീരുമാനിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഭാവി വരനെ കുറിച്ചുള്ള കുമാരിയുടെ സങ്കല്പങ്ങൾ? അമിതാഭ് ബച്ചന്റെ പൊക്കം, സൽമാൻ ഖാന്റെ ബോഡി, യേശുദാസിന്റെ താടി, ആഹാ, മമ്മൂട്ടിയുടെ കല, ഇത് മോഹൻലാലിന്റെ ഫിഗർ, വാവ്, പിന്നെ പോപ്പിന്റെ സ്വഭാവം. ഹൈ പോപ്പ്. എന്ത്? അല്ല, ഇതെല്ലാം തികഞ്ഞവനെ പെട്ടെന്ന് കിട്ടുന്ന പറയാറുണ്ട്. നിർത്ത്. ഞാനൊരു ഐഡിയ പറയാം മഹാരാജൻ. എന്ത് ഐഡിയയാണ് രാജഗുരു? നമുക്കൊരു മത്സരം നടത്താം. ഇതിൽ വിജയിക്കുന്നവർക്ക് ഇത് രാജകുമാരിയെ മംഗലം ചെയ്ത് കൊടുക്കാം. എന്ത് മത്സരമാണ് രാജഗുരു? ഇത് വേറെ ആരും ചെയ്യാത്ത മത്സരമാണ്. പറയൂ പറയൂ, കേൾക്കട്ടെ. ഈ സ്പൂൺ കടിച്ചു പിടിച്ചിട്ട് അതിൽ നാരങ്ങ വെച്ചിട്ട് ഓട്ടം. അയ്യയ്യേ, ലജ്ജാവഹം. എന്നാ പിന്നെ കണ്ണുപൊത്തി അപ്പം കടി അടി. വേണ്ട വേണ്ട, ഇങ്ങനെ റിസ്ക് ഉള്ള മത്സരങ്ങളൊന്നും വേണ്ട. എന്നാ പിന്നെ ചാക്കിൽ കയറുള്ള ഓട്ടം. അതാകുമ്പോ എനിക്ക് പങ്കെടുക്കാമല്ലോ. ഹേയ്, ഇതൊന്നും ശരിയാകില്ല. വേറെ എന്ത് മത്സരമാണ് നടത്താൻ പറ്റുക? പിതാമഹ, സീതയുടെ വിവാഹം നടന്നത് വില്ല് വിളിച്ചായിരുന്നല്ലോ. എന്റെ വിവാഹവും വില്ല് വിളിച്ച് മതി. ബേഷ് ബേഷ്, ഭലേ ബേഷ്.
എത്രയും വേഗം അയൽ രാജ്യത്തെ രാജാക്കന്മാർക്ക് അറിയിപ്പ് കൊടുക്കുകയും വില്ല് കുലച്ചാൽ പെണ്ണു കെട്ടാം. അതെ, വില്ല് വിളിച്ചാൽ പെണ്ണ് കെട്ടാം. ആരവിടെ മത്സരത്തിനുള്ള വില്ല് കൊണ്ടുവരാൻ പറയൂ. എടോ ഭടൻ, നമ്മുടെ വിളംബരം എല്ലാ രാജ്യത്തും എത്തിയില്ലേ? രാജാവേ, രാജകുമാരന്മാരെല്ലാം മത്സരത്തിൽ പങ്കെടുക്കാനായി എത്തിക്കഴിഞ്ഞു. എങ്കിൽ ഓരോരുത്തരോടായി കടന്നു വരാൻ പറയൂ. ആദ്യം വരുന്നത് ആരാണ്? ആദ്യം വരുന്നത് ആദ്യദേശത്തെ ഷഫീഖ് അലി സുൽത്താൻ. വലിയ പുലിയാണ്. ആ രാജ്യത്തെ സ്ത്രീകളുടെ കണ്ണിൽ പുള്ളിയാണ്. അതെന്താ? അതിപ്പോ പുള്ളിയുടെ രാജ്യത്ത് പോസിറ്റീവ് എനർജിയുടെ ഹോൾസെയിൽ ഡീലറാണ്. പക്ഷേ ഒരു കുഴപ്പമുള്ളൂ, മൂപ്പര് സ്ത്രീകൾക്ക് മാത്രമേ ഈ പോസിറ്റീവ് എനർജി കച്ചവടം ചെയ്യൂ. എനിക്ക് വേണം പോസിറ്റീവ് എനർജി. ഓഹോ, എന്നാൽ വേഗം തന്നെ വരാൻ പറയൂ. നമ്മുടെ മകൾക്കും കിട്ടട്ടെ കുറച്ച് പോസിറ്റീവ് എനർജി. ഷെഫീഖ് അലി പോലെ വന്നത് എലി പോലെ പോയി. എനിക്കിടന്ന് നിസ്സാര വില്ലെടുത്ത് പോക്കാൻ പറ്റാത്ത ആളാണ് സ്ത്രീകൾക്ക് പോസിറ്റീവ് എനർജി കൊടുക്കുന്നത്. നിങ്ങൾ മാറി, ചിലപ്പോ പ്രോത്സാഹനമാരുണ്ടാവും. അടുത്ത ആളോട് കടന്നു വരാൻ പറയൂ. ഇത് അതിനേക്കാൾ വലിയ പുലിയാണ്. ചിത്രകലയിൽ അഗ്രഗണ്യനാണെന്നാ അവന്റെ വിചാരം. കോഴിക്കോട് ദേശത്ത് നിന്നും വരുന്നു പയസ് സുൽത്താൻ. സ്ത്രീകൾക്കെതിരെ അക്രമം എവിടെയുണ്ടോ അവിടെ ഉണ്ടാവും. ആണോ? ഓ, സ്ത്രീകളുടെ മനഃശാസ്ത്രം പഠിക്കാൻ കൊട്ടാരവൈദ്യനുമായി സംവാദത്തിൽ ഏർപ്പെട്ടവനാണ്. മാത്രമല്ല അവരൊരു പച്ച പരിഷ്കാരം കൂടിയാണ്. കൊള്ളാലോ, എങ്കിൽ വരാൻ പറയൂ ആ പരിഷ്കാരിയോട്. സ്ത്രീകളെ ഇങ്ങനെ കാഴ്ചവസ്തുക്കളാക്കി നടത്തുന്ന സ്വയംവരം ഒഴിവാക്കേണ്ടതാണ്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെയാണ് മൂടിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മഴക്കാലത്ത് മഴ ഉണ്ടാകുമെന്ന് കരുതി കുട്ടിക്കാലത്ത് കുട്ടികൾ ഉണ്ടാകണമെന്നില്ല. ഇയാൾ എന്തൊക്കെയാണ് ഈ പുലമ്പുന്നത്? ഒന്നിനും ഒരു പരസ്പര ബന്ധമില്ലല്ലോ. അതെ, അത് തന്നെയാണ് അവന്റെ കുഴപ്പം. ഇവരെന്താണ് പറയുന്നതെന്ന് ഇവരെ തന്നെ മനസ്സിലാവണില്ല. താനെങ്ങാട് മാറി നിൽക്കും. എന്നിട്ട് ആ ഫേസ്ബുക്കിൽ എടുത്തൊരു പോസ്റ്റ് ഇടും, സ്വയംവരങ്ങൾക്ക് മൂലിച്ചൊരു സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇമാതിരി ആളുകളെ ഇനി മേലാനും കൊണ്ടേക്ക് കയറ്റിവിട്ടേക്കരുത്. അല്ല, മന്ത്രി വീണ്ടും വന്നല്ലോ. എന്താണ് അവർ ഈ കിടന്ന് തപ്പുന്നത്? കുറെ നേരമായി നോവിത് കാണുന്നു. മന്ത്രിപുങ്കാവ, താങ്കൾ എന്താണ് ഈ തിരയുന്നത്? രാജൻ, ഞാൻ എൻ്റെ ഒരു കവർ തിരയുകയായിരുന്നു. കവറോ? എന്ത് കവർ? അതെ പ്രഭു, എൻ്റെ ഒരു മഞ്ഞ കവർ ഇന്നലെ മുതൽ കാണുന്നില്ല. ഞാൻ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സാധനം ഉണ്ടായിരുന്നു. അടുത്ത ആളോട് കടന്നു വരാൻ പറയൂ. ഇനി വരുന്നത് ഇതിലും വലിയ പുലിയാണ്. പാലക്കാട് ദേശത്ത് നിന്നും കുറ്റം പറച്ചുകൊണ്ട് വന്നിരിക്കുന്നു നമ്മുടെ സുവിധൻ രാജാവ്. വളയ്ക്കണ മത്സരമാർക്കോ ഞാൻ ദൂരെ പെണ്ണിനാണോ ഇവിടെ വന്നപ്പോഴാണോ ഈ വില്യനാണോ അരുത് മഹാരാജൻ, അരുത്. അയാളുടെ നിർത്താൻ പറയും. എന്തു പറ്റി രാജഗുരു? പാലക്കാട് ദേശത്ത് തന്നെയുള്ള ഒരു രാജകുമാരിയുമായി ഇയാളുടെ മംഗല്യം ഉറപ്പിച്ചിരിക്കുകയാണ്. എന്ത്? ആരെവിടെ? ഇയാളെ പിടിച്ചു മാറ്റി നിർത്തൂ. മേലാനിനി കൊട്ടാരത്തിലെ സ്ത്രീകളുടെ മേലെങ്ങാനും നിന്റെ കണ്ണു പതിഞ്ഞു എന്ന് നോ അറിഞ്ഞാൽ കഴുത്തിനും മീതെ ഈ തല കാണില്ല. അങ്ങോട്ട് മാറി നിൽക്കൂ. എന്തായാലും വന്ന സ്ഥിതിക്ക് ഊണ് കഴിച്ചിട്ട് പോയാൽ മതി. അടുത്തതായി ആരാണ് മത്സരത്തിന് തയ്യാറായി വന്നിരിക്കുന്നത്? രാജൻ, നമ്മുടെ കുമാരിയുടെ സ്വയംവര വാർത്ത അറിഞ്ഞ് ചൈനയിൽ നിന്ന് വന്നെത്തിയ അഭിക്കുട്ടൻ തമ്പുരാൻ. നമ്മുടെ രാജ്യത്തേക്ക് ചൈനയിൽ നിന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് ചെയ്യാനാണ്. ചൈനയിൽ നിന്നും കടന്നു വരാൻ പറയും.
അയ്യേ, ഇതാണോ വില്ലി? ഇതിനെയൊക്കെ വില്ലെന്ന് വിളിക്കാമോ? ഇതൊരു മാതിരി കീർക്കിലെങ്കിൽ ചുണ്ടവെള്ളി കെട്ടിയ സാധനം പോലെ ഉണ്ടോ? നിങ്ങൾ ആദ്യം ഓടിക്കാതെ നിങ്ങൾ വില്ലെടുക്കാൻ നോക്കി. ഇതെന്താന്നറിയോ? ഈ വില്ലത് തെക്കോട്ട് 10 ഡിഗ്രി ചെരിഞ്ഞണിക്കും. കൂടാതെ ഇതിൽ മേലും ചൈനയെന്ന് എഴുതിയിട്ടുമില്ല. എന്തായാലും ചൈനയിൽ നിന്നും ഇത്ര ദൂരം വന്നതല്ലേ, വിശപ്പ് കാണാതിരിക്കില്ല. അങ്ങോട്ട് ചെല്ലും, അവിടെ ഇഡലിയും ചായയും കാണും. ബടോ, അടുത്ത ആളോട് കടന്നു വരാൻ പറയൂ. എവിടെ? എന്ത്? കുതിരവണ്ടി. എനിക്ക് വിശക്കുന്നു. ശവത്തി കുത്തരുത് മഹാരാജ. മഹാരാജൻ എന്നല്ലല്ലോ അന്ന് വിളിച്ചത്. തമ്പുരാൻ എന്ന് വിളിക്കാറുണ്ട്, ഇടയ്ക്ക് പ്രഭു എന്ന് വിളിക്കാറുണ്ട്. എന്തേ, അത് തെറ്റാ? അല്ല, അന്ന് കാര്യസ്ഥല ജോലി കിട്ടിപ്പോയപ്പോൾ എന്നെ വേറൊരു പേര് വിളിച്ചല്ലോ. ഞാനൊരു സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ? ആ, പറയൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. രാജൻ, എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് പറഞ്ഞതെല്ലാം വ്യക്തമായ ഓർമ്മയുണ്ട്. ദേ ചിരിക്കുന്നു. എടോ, ഇനി ആരെങ്കിലും പുറത്തു വന്ന് കാത്തു നിൽക്കുന്നുണ്ടോ? ആ, ഇനി ഒരാൾ കൂടെ പുറത്തു നിൽക്കുന്നുണ്ട് രാജൻ. തിരുവല്ലയിൽ നിന്നുള്ള സകലകലാ വല്ലഭൻ, ഒരു വിശാല തമ്പുരാൻ. വിളിക്കട്ടാ? വിളിക്കൂ, വിളിക്കൂ. പല നാട്ടിൽ നിന്നും പേരെടുത്ത ഒരുപാട് രാജകുമാരന്മാർ വന്നിട്ടും സാധിക്കാത്തത് താങ്കളെ കൊണ്ട് സാധിച്ചിരിക്കുന്നു. നമുക്ക് സന്തോഷമായി. കുമാരി, ഇങ്ങടുത്ത് വരൂ. എന്ത്? ആരാണത്? നമ്മോട് അരുതേന്ന് പറയാൻ? രാജൻ, അത് നമ്മുടെ ഹരികൃഷ്ണകുമാരന്മാരല്ലേ വരുന്നത്? നിങ്ങൾ രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം. ഈ വിവരങ്ങൾ എടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അതാ നിങ്ങളെ സ്വയംവരം അറിയിക്കാതിരുന്നത്. നിങ്ങൾക്ക് എന്നേക്കാൾ നല്ല കുമാരിമാരെ കിട്ടും. അവരെ വിവാഹം കഴിച്ച് നിങ്ങൾ കൊടുക്കണം. സന്തോഷത്തോടെ. മന്ത്രി പൊങ്കവ, താങ്കളുടെ മഞ്ഞക്കവർ ഇതുവരെ കിട്ടിയില്ലേ? ഇല്ല രാജൻ. എല്ലാവരും വരുവിൻ. നമുക്കെല്ലാവർക്കും കൂടെ മന്ത്രിയുടെ മഞ്ഞക്കവർ തിരയാം. അതിൽ എന്താണെന്ന് തുറന്ന് കാണിക്കൂ മന്ത്രി പൊങ്കവ. അത് രാജൻ, ഇതിപ്പോ തുറന്നാൽ ആകെ കുഴപ്പമാവും. അതെന്താ? ഇതിപ്പോ കേരളത്തിൽ പോലും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള സാധനമാണ്. എന്തായാലും തുറക്കൂ മന്ത്രി.